14 മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളാണ് സ്വദേശിവൽക്കരണത്തിന്റെ പുതിയ ലിസ്റ്റിൽ വരുന്നത്. വാർത്താവിനിമയം, ഇൻഷുറൻസ്, സാമ്പത്തിക മേഖല, റിയൽ എസ്റ്റേറ്റ്, കല, വിനോദം, വിദ്യാഭ്യാസം, ആരോഗ്യം, ടെക്നിക്കൽ മേഖല, മൈനിംഗ്, കെട്ടിട നിർമ്മാണം, ചെറുകിട മൊത്തവ്യാപാരം, ഗതാഗതം, വെയർഹൌസ് തുടങ്ങിയ മേഖലകളിലെല്ലാം സ്വദേശിവൽക്കരണ നിയമം ബാധകമാണ്. 20 മുതൽ 40 ജീവനക്കാർ വരെയുള്ള സ്ഥാപനങ്ങളിൽ ഈ വർഷം ഒരു സ്വദേശിയെ നിയമിക്കണം. അടുത്ത വർഷത്തോടെ ഇത്തരം സ്ഥാപനങ്ങളിൽ സ്വദേശികളുടെ എണ്ണം 2 വർദ്ധിപ്പിക്കണം. സ്വദേശികൾക്ക് ജോലി നൽകാത്ത സ്ഥാപനങ്ങൾക്ക് 96,000 ദിർഹം ആദ്യഘട്ടത്തിൽ പിഴ ചുമത്തും. അടുത്ത വർഷം ജനുവരി 1 മുതലാണ് പിഴ ചുമത്തുക. മാത്രമല്ല 50 ജീവനക്കാരിലധികമുള്ള സ്ഥാപനങ്ങളിലെ സ്വദേശിവൽക്കരണം ഇക്കൊല്ലം 6% എത്തിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. അടുത്ത വർഷം ഇത് 8% 2026ഓടെ 10% വേണം. 2026 രാജ്യത്തെ സ്വദേശിവൽക്കരണം 10% എത്തിക്കാനാണ് UAE ലക്ഷ്യം വെക്കുന്നത്. ഓരോ 6 മാസത്തിലും 1% സ്വദേശിവൽക്കരണവും വർഷത്തിൽ 2% സ്വദേശിവൽക്കരണവുമാണ് രാജ്യത്തെ നിയമം. സ്വദേശിവൽക്കരണ നിയമം അനുസരിച്ച് ജൂൺ അവസാനമാകുമ്പോഴേക്കാണ് ആദ്യ പകുതിയിലെ കണക്കെടുപ്പ് തുടങ്ങുക. ഡിസംബർ അവസാനത്തോടെ 2ാം ഘട്ട കണക്കെടുപ്പ് പൂർത്തിയാക്കി ജനുവരി മുതൽ ഫൈൻ ഈടാക്കി തുടങ്ങും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.